ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞിട്ട് ക്ലാസ് പഠിച്ചെല്ലാവരും? ഓക്കെ, നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ് ആയിരുന്നു പഠിച്ചത്. ഓക്കെ, റഹ്മത്ത് ഓക്കെ, നെഗറ്റീവ് സ്റ്റെയിനിങ് ഡെഫിനിഷൻ പറ. ഓക്കെ 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 ഓക്കെ. ഷംന, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? ആ, ഓക്കെ. ഓക്കെ. അപർണ, ഓക്കെ. പ്രൊസീജിയർ പറ. ഓക്കെ. ഓക്കെ, കേൾക്കുന്നില്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഷബീബ ഷെറിൻ. ഓക്കെ, പ്രൊസീജിയർ പറ. ഓക്കെ ഓക്കെ ഓക്കെ. നിമിഷ, റഹ്മത്ത്, റിസൾട്ടും കൂടി പറ. റിസൾട്ട് എന്താണ്? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇത്രയാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ലാസ്റ്റത്തെ സ്റ്റെയിനിങ് ടെക്നിക്ക്, ആൽബർട്ട് സ്റ്റെയിനിങ്. ഹെഡിങ് കൊടുക്കുക, ആൽബർട്ട് സ്റ്റെയിനിങ്. എന്താന്ന് നോക്കാം. Albert staining is performed to demonstrate the metachromatic granules in Corynebacterium diphtheriae, a gram-positive bacteria. Okay, അതായത് ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് മെറ്റാക്രോമിക് ഗ്രാനുൾസ് ഇൻ കൊറീനിബാക്ടീരിയം ഡിഫ്തീരിയ, അതായത് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് കൊറീനിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, കൊറീനിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, ആ ബാക്ടീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാസെല്ലുലാർ സ്റ്റോറേജ്, ഇൻട്രാസെല്ലുലാർ സ്റ്റോറേജ് ഓഫ് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ ഒക്കെ
ഫോസ്ഫേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതായത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഓക്കെ, അതായത് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് എനർജി. ഓക്കെ, ഫോസ്ഫേറ്റിന്റെ ഒരു എനർജീന്റെ ഒരു ഫോമിനെയാണ് ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോറേജ് ഓഫ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് എനർജി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ആണ്, കോശത്തിനകത്തുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഓക്കെ, അതായത് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ. അതിനെയാണ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. നമ്മൾ പഠിച്ച ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ഓഫ് എന്താ പറയുക ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു സ്റ്റോറേജ് ആണ്, അതായത് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ ഒരു സ്റ്റോറേജ് ആണ് ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി വായിക്കാം. ആൽബർട്ട് സ്റ്റെയിനിങ് ഈസ് പെർഫോംഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഇൻ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ, എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം. അതായത് ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് കൊറീനി ബാക്ടീരിയ എന്ന് പറഞ്ഞ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഓക്കെ, ആ ബാക്ടീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സ്റ്റോറേജ് ഓഫ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അതായത് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ സ്റ്റോറേജ് ആണ്, ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ആണ്. അതായത് കോശത്തിനകത്തുള്ള ഒരു സ്റ്റോറേജ് ആണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം, മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ, ഈ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഒന്നും പറയാം. അതായത് ആൽബർട്ട് സ്റ്റെയിനിങ് ആണ്. ആൽബർട്ട് സ്റ്റെയിനിങ് ഈസ് പെർഫോംഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഇൻ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ, എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം. അതായത് ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ, അതിന് എക്സാമ്പിൾ ആണ് ഈ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ഓഫ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. അതായത് കോശത്തിനകത്തുള്ള ഒരു സ്റ്റോറേജ് ആണ്. ഓക്കെ, ബാക്ടീരിയയുടെ കോശത്തിനകത്തുള്ള ഒരു സ്റ്റോറേജ് ആണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയാം, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ആ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. ആൽബർട്ട് സ്റ്റെയിനിങ് is performed to demonstrate the metachromatic granules in Corynebacterium diphtheriae, a gram positive bacteria. Is it clear? Clear ആയോ? Okay. Next, principle. സബ് ഹെഡിങ് കൊടുക്കുക, പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the volutin granules of Corynebacterium diphtheriae. Corynebacterium diphtheriae നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ സി ഇട്ടിട്ട് ഡിഫ്തീരിയ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, Corynebacterium diphtheriae, അതായത് സി ക്യാപിറ്റൽ ലെറ്റർ സി കൊടുക്കുക, എന്നിട്ട് ഡിഫ്തീരിയ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, the volutin granules of Corynebacterium diphtheriae take up of different color than body of the bacteria and hence they are called metachromatic granules.
ഓക്കെ, അതായത് വോളട്ടിൻ ഗ്രാന്യൂൾസ് ഓഫ് കൊറോണിബാക്ടീരിയം ഡിഫ്തീരിയ. വോളട്ടിൻ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്, അതായത് മെറ്റാക്രോമാറ്റിക് ആയിട്ടുള്ള വോളട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജിനെ തന്നെയാണ് പറയുന്നത്. അതായത് ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ഓക്കെ ഓഫ് ദ ഫോസ്ഫേറ്റ്, അതാണ് ഈ വോളട്ടിൻ ഗ്രാന്യൂൾസ്. ഓക്കെ, അതായത് ബാക്ടീരിയയുടെ കോശത്തിനകത്തുള്ള ഇൻട്രാ സെല്ലുലാർ എന്നുണ്ടെങ്കിൽ അകത്തുള്ള കോശത്തിനകത്തുള്ള ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റോറേജിനാണ് ഈ വോളട്ടിൻ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വോളട്ടിൻ ഗ്രാന്യൂൾസ് എന്ത് ചെയ്യാണ്, ഡിഫ്തീരിയയുടെ വോളട്ടിൻ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞ ഭാഗം എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് കളർ ടേക്ക് അപ്പ് ദ ഡിഫറെന്റ് കളർ ദാൻ ദ ബോഡി ഓഫ് ദ ബാക്ടീരിയ. ഓക്കെ, അതായത് ബോഡി ഓഫ് ദ ബാക്ടീരിയയുടെ ബോഡിനെ അപേക്ഷിച്ചിട്ട് ഈ ഭാഗം എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള കളറിനെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട്. ആൻഡ് ഹെൻസ് ദേ ആർ കോൾഡ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് അറിയപ്പെടുന്നത്, ഡിഫറെന്റ് കളർ ഉള്ള ഗ്രാനുൾസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. The volatile granules of Corynebacterium diphtheria take up of different color than the body of the bacteria and hence they are called metachromatic granules. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ എന്ന് വോളട്ടിൻ ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഭാഗമാണ് ഈ വോളട്ടിൻ ഗ്രാനുൾസ്. വോളട്ടിൻ ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മെറ്റാക്രോമാറ്റിക് വോളട്ടിൻ എന്ന് പറഞ്ഞില്ലേ, അതായത് എന്താ പറയാ, വോളട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സെല്ലുലാർ സ്റ്റോറേജ് ഓഫ് ദ ഫോസ്ഫേറ്റ്, ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ്. ഓക്കെ, ആ ഒരു സ്റ്റോറേജ് എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഭാഗം എന്ത് ചെയ്യുകയാണ്, ഡിഫറെന്റ് കളർ എടുക്കുന്നുണ്ട്. ബാക്ടീരിയയുടെ ബോഡിനെ അപേക്ഷിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളർ ഇത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് അറിയപ്പെടുന്നതും. ഡിഫറെന്റ് കളർ, മെറ്റാക്രോമാറ്റിക് എന്നുള്ള അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കളർ എന്നുള്ള അർത്ഥമാണ്. മീൻസ് വ്യത്യസ്തമായിട്ടുള്ള കളർ സ്വീകരിക്കുന്നുണ്ട് ഈ ഗ്രാനുൾസ്. ക്ലിയർ ആയോ? Is it clear? Is it clear? Okay. Next, procedure. The procedure. Okay, in that first point, the smear is made from suspected culture or throat swab. Okay, അതായത് സ്മിയർ നമ്മൾ ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് സ്മിയർ ഉണ്ടാക്കണം. സ്മിയർ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ എടുത്തിരിക്കുന്ന കൾച്ചറിന് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ത്രോട്ട് സാബ്, അല്ലെങ്കിൽ ത്രോട്ട് സാബ് ആണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ ത്രോട്ട് സാബ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സസ്പെക്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ഏത് ഭാഗമാണോ എന്താ പറയുക സ്റ്റെയിനിങ്ങിന് വെക്കാൻ ആഗ്രഹിച്ച ആ ഭാഗം, അതാണ് നമ്മൾ സ്മിയർ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദ സ്മിയർ ഈസ് മെയ്ഡ് ഫ്രം സസ്പെക്റ്റഡ് കൾച്ചർ ഓർ ത്രോട്ട് സാബ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എയർ ഡ്രൈഡ് ആൻഡ് ഹീറ്റ് ഫിക്സ്ഡ്. അതായത് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ സ്മിയർ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ത്രോട്ട് സാബോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ സ്റ്റെയിനിങ്ങിന് വെച്ചിരിക്കുന്ന ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, സ്മിയറിനായിട്ട് പ്രിപ്പയർ ചെയ്തു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എയർ ഡ്രൈഡ് ആൻഡ് ഹീറ്റ് ഫിക്സ്ഡ്. അതിനുശേഷം ഇതെന്ത് ചെയ്യാണ്, നമ്മൾ ഈ സ്മിയറിനെ നമ്മൾ എയർ ഡ്രൈ ചെയ്യും, മീൻസ് ഉണക്കുന്നു. അതിനുശേഷം നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചൂടാക്കാൻ വെക്കുകയാണ്. ഓക്കെ, then third point, it is covered with Albert stain 1 for 4 to 6 minutes. അതായത് നമ്മൾ എയർ ഡ്രൈ ചെയ്തു, അതിനുശേഷം ഹീറ്റും ഫിക്സ് ചെയ്തു. then third point ഔട്ട് വരുമ്പോൾ it is covered with Albert stain 1. അതായത് അതിനുശേഷം നമ്മൾ ഈ സ്മിയറിനെ നമ്മൾ കവർ ചെയ്യുകയാണ്. അതായത് ആൽബർട്ട് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആൽബർട്ട് സ്റ്റെയിൻ 1 എന്ന് പറയും. ഓക്കെ, അതെന്താണെന്നുള്ളത് അടുത്ത പോയിന്റ്സിൽ, അടുത്ത ഇൻഗ്രീഡിയൻസിൽ പറയുന്നതാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ആൽബർട്ട് സ്റ്റെയിൻ 1. അതായത് ആൽബർട്ട് സ്റ്റെയിൻ 1 എന്ന് പറഞ്ഞ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്മിയറിനെ കവർ ചെയ്യും. അതിനുശേഷം ഒരു 4 to 6 minutes നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ആൽബർട്ട് സ്റ്റെയിൻ 1 for 4 to 6 minutes. അതായത് നമ്മൾ ഈ സ്മിയറിനെ നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുകയാണ്. അത് ആൽബർട്ട് സ്റ്റെയിൻ 1 എന്ന് പറഞ്ഞ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു. അതിനുശേഷം ഒരു 4 to 6 minute നേരത്തോട്ട് നമ്മൾ അതിനെ അലോ ചെയ്യുകയാണ്, മീൻസ് അതിനെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുമ്പോൾ, ദ സ്മിയർ ഈസ് വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ബ്ലോട്ടഡ് ഡ്രൈ. അതിനുശേഷം നമ്മൾ ഈ സ്മിയർ എന്ത് ചെയ്യുകയാണ്, വാഷ് ചെയ്യും, മീൻസ് കഴുകുന്നു. അതിനുശേഷം ബ്ലോട്ടഡ് ഡ്രൈ, അതായത് ആ ബ്ലോട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു കറ അല്ലെങ്കിൽ ആ ഒരു പാട് നമ്മൾ ഉണക്കിയെടുക്കുന്നു. ഓക്കെ,
എന്നിട്ട് പറയാം the smear is washed with water means വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സ്മിയറിനെ വാഷ് ചെയ്യുന്നു അതിനുശേഷം ആൻഡ് ബ്ലോട്ടഡ് ഡ്രൈ ആ ബ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ് ആ ഒരു കറ അല്ലെങ്കിൽ ആ ഒരു പാട് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ് then fifth point പറഞ്ഞിരിക്കുന്നത് it is covered with albert stain 2 and allowed to act for 1 to 2 minutes അതിനുശേഷം നമ്മൾ പിന്നെയും ഈ സ്മിയറിനെ കവർ ചെയ്യുകയാണ് ഓക്കെ അത് ആൽബർട്ട് സ്റ്റെയിൻ 2 ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അതിനുശേഷം ഒരു 1 to 2 മിനിറ്റ്സ് നേരത്തോട്ട് 1 തൊട്ട് 2 മിനിറ്റ് നേരത്തോട്ട് നമ്മൾ അതിനെ അലോ ചെയ്യും ഓക്കെ നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് the slide is finally washed അതിനുശേഷം ഈ സ്ലൈഡ് നമ്മൾ വാഷ് ചെയ്യാണ് ചെയ്യുന്നത് അവസാനമായിട്ട് നമ്മൾ ഈ സ്ലൈഡിനെ വാഷ് ചെയ്യുന്നു പിന്നെ നമ്മൾ ആ കറേനെ പിന്നെയും ഉണക്കുന്നു ആൻഡ് എക്സാമിൻഡ് അണ്ടർ ദ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി മൈക്രോസ്കോപ്പ് അതിനുശേഷം നമ്മൾ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഓക്കെ ഞാൻ പ്രൊസീജർ ഒന്നും കൂടി റഹ്മത്ത് 4 to 6 4 to 6 ഓക്കെ പ്രൊസീജർ ഒന്നും കൂടി പറയാം in that first point the smear is made from suspected culture or throat swab അതായത് നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി വെക്കുന്ന സ്മിയർ മേഡ് ചെയ്യുന്ന ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന മീൻസ് നമ്മൾക്ക് ഏത് ഭാഗമാണോ കളർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ സ്മിയർ ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ത്രോട്ട് സാബ് ആണ് നമ്മൾ സ്മിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് the smear is made from suspected culture or throat swab then second point it is air dried and heat fixed അതിനുശേഷം നമ്മൾ ഈ സ്മിയറിനെ എയർ ഡ്രൈ ചെയ്യുന്നു then ഹീറ്റ് ഫിക്സ് ചെയ്യുന്നു മീൻസ് എല്ലാ എല്ലാ പ്രൊസീജിയേഴ്സിലും സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു then എയർ ഡ്രൈഡ് ചെയ്യുന്നു then ഹീറ്റ് ഫിക്സ്ഡ് ചെയ്യുന്നു okay then third point it is covered with albert stain 1 for 4 to 6 minutes അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ആൽബർട്ട് സ്റ്റെയിൻ 1 ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സ്മിയറിനെ കവർ ചെയ്യും ഓക്കെ അതായത് ഒരു 4 to 6 മിനിറ്റ്സ് നേരത്തോട്ട് കവർ ചെയ്ത് വെക്കും വെയിറ്റ് ചെയ്യും അതിനുശേഷം ഓക്കെ then fourth point the smear is washed with water and blotted dry അതിനുശേഷം നമ്മൾ ഈ സ്മിയറിനെ എന്ത് ചെയ്യാണ് വാഷ് ചെയ്യാണ് ചെയ്യുന്നത് മീൻസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ കഴുകുന്നു സ്മിയറിനെ കഴുകുന്നു then and blotted dry അതിനുശേഷം അവിടെ രൂപം കൊണ്ടിരിക്കുന്ന ആ ബ്ലോട്ട് മീൻസ് ആ ഒരു കറ അല്ലെങ്കിൽ ആ ഒരു പാട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഉണക്കിയെടുക്കുന്നു ഓക്കെ then fifth point it is covered with albert stain 2 അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ആൽബർട്ട് സ്റ്റെയിൻ 2 ഉപയോഗിച്ചിട്ട് പിന്നെയും കവർ ചെയ്യുന്നു ഓക്കെ then allowed to act for 1 to 2 minutes അതിനുശേഷം അതിനെ നമ്മൾ 1 to 2 മിനിറ്റ്സ് നേരത്തോട്ട് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി മീൻസ് വെക്കുന്നു അലോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ then sixth point the slide is finally washed then blotted dry and examined under the oil emission objective of the microscope അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ഈ സ്ലൈഡിനെ ഫൈനൽ ആയിട്ട് പിന്നെയും വാഷ് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ ബ്ലോട്ട് ഡ്രൈ ചെയ്യാണ് മീൻസ് ആ ഒരു കറ പിന്നെയും നമ്മൾ ഉണക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഓയിൽ എമിഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് എക്സാം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് is it clear ആയോ clear okay next റിസൾട്ടിലോട്ട് പോകാം result Corynebacterium and diphtheria appear as dark green bacilli with bluish black granules അതായത് ഈ Corynebacterium diphtheria എന്ന് പറഞ്ഞ ആ ഒരു ബാക്ടീരിയ അതിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ ബാസിലിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ പഠിച്ചു ബാക്ടീരിയയുടെ ടൈപ്പിൽ ബാസിലസ് അതിന്റെയൊക്കെ ഷേപ്പ് പഠിച്ചു ഓക്കെ ഈ Corynebacterium ഒരു ഡാർക്ക് ഗ്രീൻ ബാസിലി ആയിട്ടാണ് നിലകൊള്ളുന്നത് മീൻസ് എന്താ പറയാ കടുത്ത ഒരു പച്ച കളറായുള്ള ബാസിലിയുടെ ഷേപ്പ് ആയിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത് ഓക്കെ വിത്ത് ബ്ലൂയിഷ് ബ്ലാക്ക് ഗ്രാന്യൂൾസ് ഇതിന്റെ ഗ്രാന്യൂൾസിന് എന്ത് നിറം കിട്ടുകയാണ് ബ്ലൂയിഷ് ബ്ലാക്ക് ഓക്കെ മീൻസ് നീല കലർന്നിട്ടുള്ള ഒരു കറുത്ത കളർ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ then other bacteria stain light green means മറ്റു ബാക്ടീരിയാസ് അതായത് Corynebacterium അല്ലാത്ത മറ്റു ബാക്ടീരിയാസ് ലൈറ്റ് ഗ്രീൻ കളറാണ് ലഭിക്കുക മീൻസ് ഇളം പച്ച കളറായിരിക്കും ലഭിക്കുക then Corynebacterium diphtheria bacilli are arranged in typical Chinese letters pattern perpendicular to each other
അതായത് ഈ കൊറീനി ബാക്ടീരിയൻ ഡിഫ്തീരിയയുടെ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ലെറ്ററിന്റെ പാറ്റേണിലാണ്, ഒരു ചൈനീസ് ലെറ്ററിന്റെ അക്ഷരങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. അതായത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അത് പരസ്പരം ലംബമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, പിക്ചർ ഞാൻ സെൻഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. എന്നിട്ട് പറയാം റിസൾട്ട് ഇൻ ദാറ്റ് Corynebacterium diphtheria appear as dark green bacilli with bluish black granules. അതായത് Corynebacterium diphtheria appear ചെയ്യുന്നത് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ ബാസിലെ ആയിട്ടാണ്. മീൻസ് ഒരു കടുത്ത പച്ച കളറുള്ള ബാസിലെ ആയിട്ട്. ബാസിലിന്റെ ഷേപ്പ് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ആ ഒരു ആകൃതിയിലാണ് കാണാൻ കഴിയുന്നത്. ദെൻ വിത്ത് ബ്ലൂയിഷ് ബ്ലാക്ക് ഗ്രാനുൾസ്, അതുകൂടാതെ തന്നെ അതിന്റെ ഗ്രാനുൾസ് എങ്ങനെയായിരിക്കും? ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ആയിരിക്കും. ഓക്കെ, ദെൻ അതർ ബാക്ടീരിയ സ്റ്റെയിൻ ലൈറ്റ് ഗ്രീൻ. മീൻസ് ഈ കൊറീനിബാക്ടീരിയം അല്ലാത്ത ബാക്ടീരിയാസിന് ലൈറ്റ് ഗ്രീൻ കളർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ Corynebacterium diphtheria bacilli are arranged in typical Chinese letter pattern. അതായത് ഈ Corynebacterium bacilliന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ലെറ്റേഴ്സിന്റെ പാറ്റേൺ ആയിരിക്കും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അതായത് അത് ഒന്നിനൊന്ന് ലംബമായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അതിന്റെ സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇസ് ഇറ്റ് ക്ലിയർ? റിസൾട്ട് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക ഇൻഗ്രീഡിയൻസ്. ഇതിന് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ആൽബർട്ട് സ്റ്റൈൻ 1 എന്ന് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റിൽ ആൽബർട്ട് സ്റ്റൈൻ 1 മീൻസ് ആൽബർട്ട് സ്റ്റൈൻ 1 ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു, കവർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. ഈ ആൽബർട്ട് സ്റ്റൈൻ 1 എന്തൊക്കെ കെമിക്കൽസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ടൊലുഡിൻ ബ്ലൂ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സോ വാട്സപ്പിൽ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതുക വാട്സപ്പിൽ നിന്ന്. ഓക്കെ, ടൊലുഡിൻ ബ്ലൂ 0.15 gram. Toluidine blue 0.15 gram, comma malachite green 0.20 gram, comma glacial acetic acid 0.20 gram, 0.20 gram. Okay, comma glacial acetic acid 1.0 ml. Glacial acetic acid 1.0 ml, comma ethyl alcohol 2.0 ml and 100 ml distilled water. 100 ml distilled water. ഇത്രയും കണ്ടന്റ്സ് ആണ് ആൽബർട്ട് സ്റ്റൈൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. ടൊലുഡിൻ ബ്ലൂ 0.15 gram, then malachite green 0.20 gram, comma glacial acetic acid 1.0 ml, then ethyl alcohol 2.0 ml and 100 ml distilled water. Is it clear? Clear ആയോ? Okay. Next സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം ആൽബർട്ട് സ്റ്റൈൻ 2. ഓൾറെഡി പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട് ആൽബർട്ട് സ്റ്റൈൻ 2 ഉപയോഗിച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്ന്. ഇനി ആൽബർട്ട് സ്റ്റൈൻ 2 എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. Okay, in that iodine 6.0 gram, 6.0 gram, comma potassium iodide 9.0 gram, and 900 ml and 900 ml distilled water. ഒന്നുകൂടി വായിക്കാം. ആൽബർട്ട് സ്റ്റൈൻ 2 iodine 6.0 gram, potassium iodide 9.0 gram and
900 ml distilled water. Is it clear? Okay. ഇത്രയാണ് ആൽബർട്ട് സ്റ്റെയിനിങ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഭാഗം? എനി ഡൗട്ട്? റിസൾട്ട് ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഓക്കെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എന്നുണ്ടെങ്കിൽ ദ വോളുട്ടിൻ ഗ്രാനുൾസ്. വോളുട്ടിൻ ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോസ്ഫേറ്റ് ആ ഒരു ഭാഗത്തെയാണ് വോളുട്ടിൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഇന്റർസെല്ലുലാർ സ്റ്റോറേജ് ഓഫ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. ഓക്കെ, അതായത് ആ ബാക്ടീരിയന്റെ ഇന്റർസെല്ലുലാർ സ്റ്റോറേജ് ഫോസ്ഫേറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെയാണ് വോളുട്ടിൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാഗം എന്ത് ചെയ്യാണ്? വ്യത്യസ്തമായിട്ടുള്ള കളറിനെ ആഗിരണം ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കളറിനെ എടുക്കുന്നുണ്ട്. ഓക്കെ, ടേക്കപ്പ് ഓഫ് ഡിഫറെന്റ് കളർ ദാൻ ദ ബോഡി ഓഫ് ദ ബാക്ടീരിയ. അതായത് ബാക്ടീരിയന്റെ ബോഡീനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഭാഗം ഇന്റർസെല്ലുലാർ സ്റ്റോറേജ് ആയിട്ടുള്ള ഈ വോളുട്ടിൻ ഗ്രാനുൾ എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള കളറിനെ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹെൻസ് ദേ ആർ കോൾഡ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ്. അതുകൊണ്ടാണ് ഇതിനെ മെറ്റാക്രോമാറ്റിക്. മെറ്റാക്രോമാറ്റിക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കളർ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, മെറ്റാക്രോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കളർ എന്നുള്ളൊരു മീനിങ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്നും അറിയപ്പെടുന്നത്. മീൻസ് വ്യത്യസ്തമായിട്ടുള്ള കളറിനെ എടുക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്നും അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? അതായത് ഡിഫ്തീരിയയുടെ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ വോളുട്ടിൻ ഗ്രാനുൾസ് എന്ന് പറയുന്ന ഭാഗം വ്യത്യസ്തമായിട്ടുള്ള കളറിനെ എടുക്കുന്നുണ്ട്. ബോഡീനെ അപേക്ഷിച്ചിട്ട്, ബാക്ടീരിയയുടെ ബോഡീനെ അപേക്ഷിച്ചിട്ട് ഈ വോളുട്ടിൻ ഗ്രാനുൾ എന്ന് പറഞ്ഞ ഭാഗം വ്യത്യസ്തമായ കളറിനെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് എന്ന് അറിയപ്പെടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഷെബീബ എനിക്ക് ആൽബർട്ട് സ്റ്റെയിനിങ് ഡെഫിനിഷൻ പറ. ആ ബാക്ടീരിയന്റെ ഓക്കെ ഓക്കെ. ഫർസാന പ്രിൻസിപ്പിൾ വേറെ. ഓക്കെ ഗുഡ്. സഹല സഹല എനിക്ക് പ്രൊസീജിയർ പറ. പ്രൊസീജിയർ പ്രിൻസിപ്പിൾ അല്ല, പ്രൊസീജിയർ മെത്തേഡ്. കേറിയിട്ടില്ലായിരുന്നോ? ഷംന ഓക്കെ 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 ഗുഡ്. സഹല റിസൾട്ട് പറ. സഹല റിസൾട്ട് പറ.
മനസ്സിലായായിരുന്നു? കിട്ടിയില്ല. ഓക്കെ മ്യൂട്ട് ചെയ്ത സ്ഥലം. ഓക്കെ ടൈം ആയിട്ടുണ്ട്. നാളെ വരുമ്പോ പഠിച്ചിട്ട് വരാം. ഓക്കെ ഇന്ന് വാട്സപ്പിൽ ഇടും. കളറൊക്കെ അതിൽ നിന്ന് നോക്കി എഴുതുക എല്ലാവരും. പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതുക. പിക്ചറും ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഇപ്പം പിക്ചർ വരയ്ക്കണ്ട. ആ വരച്ചേക്ക് നിങ്ങള്. വരച്ചോ നിങ്ങക്ക് പഠിക്കുമ്പം ഈസി ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഇപ്പൊ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. നാളെ വരുമ്പോ എല്ലാവരും പഠിച്ചിട്ട് വരാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.